ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നില ഡയറീസ്. ഇറ്റ്സ് മീ സമ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് വയലടയിലാണ്. അപ്പം നമ്മൾ സൺറൈസ് കാണാൻ വന്നതാ. മുകളിലേക്ക് വരെ നടക്കാൻ ഒരു 1/2 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും. എനിക്ക് കുറച്ച് നടക്കുമ്പോഴത്തേക്കും കാല് വേദന, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ടാണ് നടന്നത്. മേലെത്തുമ്പോഴത്തേക്കും ഒരു 6 മണിയൊക്കെ ആയിക്ക് ലേശം വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു മുകളിലേക്ക് പോകാൻ. കാട്ടിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ സൺറൈസിലെ സൺസെറ്റ് പോലെ തന്നെ ഉണ്ട് കാണാൻ, ഒരു റെഡ് കളർ സണ്ണ്. അങ്ങനെ നടന്ന് മുകളിലെത്തി. അപ്പം ഇതാണ് വയലടൻ്റെ വ്യൂ പോയിന്റ്. നടന്ന് കണ്ടില്ലേ, ഉമ്മ പറഞ്ഞ പോലെ പ്രഭാത് ഇതാ പൊട്ടി വിടരുന്ന്. സണ്ണ് ഞാൻ പറഞ്ഞിക്കില്ലേ, സൺസെറ്റ് പോലെ തന്നെയാണ് സൺറൈസും. പിന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല മഞ്ഞൊക്കെ മൂടി നിന്ന് ക്ലൗഡൊക്കെ നല്ല ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. എനിക്കിങ്ങനെ നേച്ചർ സ്ഥലത്തേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അഫി അഫി ഇതൊക്കെ അഫി അതൊക്കെ ഇനി നമ്മൾ ഈ മുകളിലേക്ക് കയറിയിട്ടുള്ള വ്യൂ ആണ് കാണാൻ പോകുന്നത്. ഈ വയലടയിലുള്ള പാറയില്ലേ, അതിനൊരു പേരുണ്ട്, മുള്ളംപാറ. കറക്റ്റ് മുള്ളു പോലെ തന്നെ നടക്കുമ്പോൾ ഒക്കെ കാലൊക്കെ ഇങ്ങനെ കുത്തിപ്പോന്ന്. മുകളിലത്തെ വ്യൂ പോയിന്റ് താഴത്തെ പോലെ തന്നെ അടിപൊളിയുണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. പിന്നെ ആത്താത്തേ ഫിദത്താത്തേ അതിൻ്റെ ഒരു തമ്പത്തുണ്ട്, അവിടെ ഇരിക്കാൻ പോയിക്ക് കുറേ ഫോട്ടോസ് എടുക്കാൻ. നമ്മൾ കുട്ടികളൊന്നും സമ്മതിച്ചിട്ടില്ല ഉമ്മമാർ. അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവരിരിക്കുന്ന പോലെ കണ്ടില്ലേ, കുറച്ച് ദൂരം. അവിടെ പോകാത്ത അത്ര നല്ലത്, പേടിയാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ. പിന്നെ നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ ഇവിടെ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ ആത്ത ഹോസ്റ്റലിൽ ആത്താക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ തുഷാരഗിരിയിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു കൊക്ക ഉണ്ട്. അപ്പം നമ്മളൊരു 10 കൊക്ക വാങ്ങി. അത് പൊളിച്ച് തിന്നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആദ്യം ഒരു പൊളി ഉണ്ടാവും, പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു മധുരമുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 2-3 തിന്നോക്കിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിൻ്റെ ശേഷം തുഷാരഗിരിയിലെത്തി. അവിടെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത്. പിന്നെ അവിടെ വാട്ടർഫോളും കുളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അത് കേട്ടപ്പോൾ പിന്നെ നമുക്ക് നല്ല ആശ്വാസമായി. കുളിക്കുന്ന സ്ഥലമില്ല, അതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഇപ്പം കുളിക്കാന്ന് പറഞ്ഞാൽ നല്ല സുഖമായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ വയലടൊക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ തുഷാരഗിരിയിലാണ് ഉള്ളത്. ഇവിടെ നമ്മൾ കുളിക്കും ഡ്രസ്സൊക്കെ എടുത്ത്. അങ്ങനെ വാട്ടർഫോളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. അഡൽട്ട്സിന് 14, ചിൽഡ്രൻസിന് 20 ആണ് റേറ്റ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് കയറി. ആദ്യം തന്നെ അവിടെ ഇങ്ങനെ വാട്ടർഫോൾ കണ്ട്. അവിടെ കണ്ട ഉടനെ ഞാൻ കൈയും കാലും മുഖമൊക്കെ കൈയൊന്ന് ഫ്രഷായി. ബട്ട് ഫ്രഷ് ആവാൻ നോക്കുമ്പോഴത്തേക്കും എന്ത് തണുപ്പറിയാം ഈ വെള്ളത്തിന്. ഇങ്ങനെ കൈ വെക്കുമ്പോഴത്തേക്കും കൈ ഇങ്ങനെ ഐസ് പോലെ ഇപ്പം
അപ്പോൾ ഇതാണ് തുഷാരഗിരിയിലെ ഏറ്റവും താഴെയുള്ള വെള്ളച്ചാട്ടം. അപ്പോൾ അധികം ആൾക്കാർ ഇവിടെ നിന്നാണ് കുളിക്കുന്നത്. നമുക്ക് ഇനി 1 കിലോമീറ്റർ സ്റ്റെപ്പ് കുത്തനുണ്ട്. അത് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ട്രെക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്കങ്ങനെ ഒരു ട്രെക്കിങ് ചെയ്താലോ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും മേലെ വരെ കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ മേലേക്ക് നടക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ കുറേ സ്റ്റെപ്പ് ഉണ്ടാവും നമുക്ക് നടക്കാൻ, എന്നാലും കുറച്ച് കാലുവേദനയൊക്കെ ഉണ്ട്. പിന്നെ കാട്ടിലെത്തിയ സ്റ്റെപ്പ് ഉണ്ടാവില്ല. ഓരോ മരത്തിൻ്റെ ഒക്കെ വേരാണ്ടാവുക, അതിൽ പിടിച്ച് കയറണം. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ പിന്നെ വേഗത്തേക്ക്, ഉമ്മമാരൊക്കെ ആടെ കുറേ നേരം ഇരുന്ന് ഇതാക്കി അവരെത്താൻ കുറേ ടൈം എടുത്ത്. നമ്മൾ പിന്നെ വേഗം കയറിക്ക്. എന്നാലും നമുക്കും കാലുവേദനയൊക്കെ ഉണ്ടേനു. ഇത് കുറേ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇത്രയൊക്കെ നടക്കുന്നതിൽ പോകുന്നത്. ബട്ട് നല്ല ഹാപ്പിയാണ്. ബിക്കോസ് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത്. അങ്ങനെ നടന്ന് രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ കുറേ നേരം അതിൽ നടക്കുന്നത്. അങ്ങനെ അതിൽ കുറച്ച് കാലൊക്കെ ഇട്ട് ഇരുന്ന് റെസ്റ്റ് എടുത്ത്. പിന്നെ ഇവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇവിടുന്നല്ല, ഇനിയും മേലെ കയറാനുണ്ട്. അവിടെ നിന്നായിരിക്കും കുളിക്കുന്നത്. പിന്നെ മഴക്കാലത്ത് ഇവിടെ നല്ല വെള്ളമായിരിക്കും. ആ വെള്ളമായിരിക്കും താഴേക്ക് പോകുന്നത്. ഇപ്പം അങ്ങനെ കുറേ ഒന്നുമില്ല, പക്ഷെ ഉണ്ട്. പക്ഷെ മഴക്കാലത്താണ് നല്ലോണം ഉണ്ടാവും ഇവിടെ വെള്ളം. അങ്ങനെ നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറി ഏറ്റവും മേലത്തെ വാട്ടർഫോള് കാണാൻ. അങ്ങനെ അവിടെ നിന്ന് ഒരു അട്ട കടിച്ച്. അവിടെ നിന്ന് ഞാൻ ഡ്രസ്സ് മാറ്റിയിരുന്നു. അന്നേരം കടിച്ചേ തോന്നുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇപ്പം കഴിച്ച് നോക്കിയപ്പം കണ്ടതാ. പിന്നെ അതിനെടുക്കാൻ നോക്കിയപ്പോൾ അത് വിടുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ ഏറ്റവും മേലെ എത്തി. അങ്ങനെ നമ്മൾ 3-4 മണിക്കൂർ വെള്ളത്തിൽ നിന്ന് കളിച്ച് പിന്നെ നമ്മൾ സ്നാക്സൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഞാൻ രണ്ടാമത് കാണിച്ചില്ലേ ഒരു കുളിക്കുന്ന സ്ഥലം, അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം കുളിച്ച്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് താഴേക്ക് പോകുമ്പോൾ ചെറിയ ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മഴയത്ത് കുറച്ച് വെള്ളമൊക്കെ ആയി. പിന്നെ നമ്മൾ ഏറ്റവും താഴേന്ന് കുറച്ച് നേരം കുളിച്ച്.
നോക്കി അങ്ങനെ നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയതിൻ്റെ ശേഷം ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോയി. ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ അൽഫാം മന്തിയായിരുന്നു. അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ സൺറൈസ് കണ്ടിക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി സൺസെറ്റും കൂടിയും കാണാം. അങ്ങനെ കാണാൻ വിചാരിച്ചുകൊണ്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയി. അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ പോയി അതുപോലെ തന്നെ നമ്മൾ സൺറൈസ് കണ്ടുപോലെ തന്നെ സൺസെറ്റ് പോലത്തെ റെഡ് സണ്ണന്. അങ്ങനെ അവിടെ നമ്മൾ ഐസ് അരിച്ചൊക്കെ വാങ്ങി കുറച്ച് നേരം അവിടെ കഥ പറഞ്ഞിരുന്ന് അങ്ങനെ അവിടെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് അവിടെ നിന്ന് കുറേ കളിച്ച്. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല. അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.